Hello students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് Bolzano's intermediate value theorem. Let I be an interval and let f from I to R be continuous on I. If a comma b belongs to I and if k belongs to R satisfies f of a less than k less than f of b, then there exists a point c belongs to I between a and b such that f of c equal to k. അപ്പോൾ നമുക്കൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഐ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഐയിൽ രണ്ട് പോയിൻറ്റ്സ് എ ആൻഡ് ബി എടുക്കുന്നു. എഫ് ഓഫ് എ ലെസ് ദാൻ കെ ലെസ് ദാൻ എഫ് ഓഫ് ബി ആണെങ്കിൽ കെ എന്ന് പറയുന്ന വാല്യൂ ഇമേജായി വരുന്ന രീതിയിൽ നമുക്കൊരു സി ഐയിൽ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് എഫ് ഓഫ് സി ഈക്വൽ ടു കെ ആയിരിക്കും. ഓക്കെ, പ്രൂഫ് നോക്കാം. ഗിവൺ എഫ് ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഓൺ ദ ഇൻ്റർവെൽ ഐ. Also a comma b belongs to I, k belongs to R are such that f of a less than k less than f of b. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്ന കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. സിൻസ് എഫ് ഓഫ് എ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ബി വി ഹാവ് എ നോട്ട് ഈക്വൽ ടു ബി. ദെർഫോർ ഐദർ എ ലെസ് ദാൻ ബി ഓർ ബി ലെസ് ദാൻ എ. ഫസ്റ്റ് ലെറ്റ് എ ലെസ് ദാൻ ബി. For each x belongs to I, define g of x equal to f of x minus k. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എഫ് ഓഫ് എ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ബി ആയതുകൊണ്ട് എ നോട്ട് ഈക്വൽ ടു ബി ആയിരിക്കും. അതിനർത്ഥം എ ലെസ് ദാൻ ബി ആയിരിക്കും ഓർ ബി ലെസ് ദാൻ എ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം എ ലെസ് ദാൻ ബി എന്ന് പറയുന്ന കേസ് എടുക്കണം. അപ്പോൾ നമ്മൾ രണ്ട് കേസും കൺസിഡർ ചെയ്തിട്ട് രണ്ട് കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് സി എന്ന് പറയുന്ന ഒരു പോയിന്റ് കിട്ടും, എഫ് ഓഫ് സി ഈക്വൽ ടു കെ ആയി വരുന്ന രീതിയിൽ. അതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എ ലെസ് ദാൻ ബി എന്ന് പറയുന്ന കേസ് കൺസിഡർ ചെയ്യണം. ദെൻ നമ്മളൊരു പുതിയൊരു ഫംഗ്ഷൻ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുകയാണ്. എങ്ങനെയാണ്? എഫ് ഓഫ് എക്സ് മൈനസ് കെ ആയിട്ട്. അതിൽ ഈ എക്സ് വാരി ചെയ്യുന്നത് എവിടെയാണ്? ഐ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലാണ്. ഓക്കെ, ഇനി എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്, നമുക്ക് തന്നിട്ടുണ്ട്. കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്, അതും കണ്ടിന്യൂസ് ആണ്. അങ്ങനെയെങ്കിൽ എഫ് ഓഫ് എക്സ് മൈനസ് കെ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും. അതിനർത്ഥം ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ ഐ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണ്. Then g of a equal to f of a minus k less than 0 less than f of b minus k equal to g of b. And since f is continuous on I, g is continuous on I. Okay, അപ്പോൾ നമുക്കറിയാം എന്താണ്? എഫ് ഓഫ് എ ലെസ് ദാൻ കെ ലെസ് ദാൻ എഫ് ഓഫ് ബി ആണ് അല്ലേ. അപ്പോൾ ആ ഇനീക്വാളിറ്റി ത്രൂ ഔട്ട് എന്ത് ചെയ്യാണ്? ഓരോ ടൈമിനും നമ്മൾ മൈനസ് കെ കൂടെ ചെയ്യാണ്. അപ്പോൾ എഫ് ഓഫ് എ മൈനസ് കെ ലെസ് ദാൻ 0 ലെസ് ദാൻ എഫ് ഓഫ് ബി മൈനസ് കെ എന്ന് കിട്ടും. നമ്മൾ ജി ഓഫ് എക്സ് ഇങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഓഫ് എക്സ് മൈനസ് കെ ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജി ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഓഫ് എ മൈനസ് കെ ആയിരിക്കും. ജി ഓഫ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഓഫ് ബി മൈനസ് കെ. അപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടിയത്? ജി ഓഫ് എ ലെസ് ദാൻ 0 ലെസ് ദാൻ ജി ഓഫ് ബി. ഓക്കെ, അത് ജി ഓഫ് എയുടെ വാല്യൂ നെഗറ്റീവാണ്, ജി ഓഫ് ബിയുടെ വാല്യൂ പോസിറ്റീവാണ്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ജി എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് ആണ്. അങ്ങനെയെങ്കിൽ നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യണോ? ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം യൂസ് ചെയ്യാണ്. ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം പ്രകാരം ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഒരു പോയിൻ്റ് സി എക്സിസ്റ്റ് ചെയ്യും. ആ പോയിന്റിൽ ഫംഗ്ഷൻ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഹെൻസ് ബൈ ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം there exists point C with a less than c less than b such that g of c equal to 0. അപ്പോൾ നമുക്ക് ജി ഓഫ് സി ഈക്വൽ ടു 0 ആണെന്ന് കിട്ടി. ജി ഓഫ് സി എന്താണ്? എഫ് ഓഫ് സി മൈനസ് കെ ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയ? എഫ് ഓഫ് സി മൈനസ് കെ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എഫ് ഓഫ് സി ഈക്വൽ ടു കെ. ഇനി അടുത്ത കേസ് ബി ലെസ് ദാൻ എ. Now let b less than a. For each x belongs to I, define h of x equal to k minus f of x. Then h of b equal to k minus f of b less than 0 less than k minus f of a, which is equal to h of a. And since f is continuous on I, h is continuous on I. അപ്പോൾ തൊട്ട് മുകളിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്? ആദ്യം നമുക്കറിയാം എഫ് ഓഫ് എ ലെസ് ദാൻ കെ ലെസ് ദാൻ എഫ് ഓഫ് ബി ആണ്. ത്രൂ ഔട്ട് അതിനെ നെഗറ്റീവ് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ ലെസ് ദാൻ എന്നുള്ളത് എന്തായി മാറും? ഗ്രേറ്റർ ദാൻ ആയിട്ട് മാറും. അപ്പോൾ മൈനസ് എഫ് ഓഫ് എ
ഗ്രേറ്റർ ദാൻ മൈനസ് കെ ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് ബി എന്നാവും അല്ലേ. മൈനസ് എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ മൈനസ് കെ ഗ്രേറ്റർ ദാൻ മൈനസ് എഫ് ഓഫ് ബി ഇങ്ങനെയാവും. ഇനി ഇനീക്വാളിറ്റിയിൽ എന്ത് ചെയ്യുക, കെ ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും ഇവിടെ, കെ മൈനസ് എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ കെ മൈനസ് കെ ഗ്രേറ്റർ ദാൻ കെ മൈനസ് എഫ് ഓഫ് ബി. അപ്പോൾ എന്ത് വരും, കെ മൈനസ് എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ 0 ഗ്രേറ്റർ ദാൻ കെ മൈനസ് എഫ് ഓഫ് ബി. ഈ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് എച്ച് ഓഫ് എ ആണ്, ലാസ്റ്റത്തെ എച്ച് ഓഫ് ബി ആണ്. ഓക്കെ, അപ്പോൾ എച്ച് ഓഫ് എയുടെ വാല്യൂ പോസിറ്റീവും എച്ച് ഓഫ് ബിയുടെ വാല്യൂ നെഗറ്റീവ് ആണെന്ന് കിട്ടി. അഗെയിൻ നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യുന്നു, ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം അപ്ലൈ ചെയ്യുന്നു. അത് പ്രകാരം നമുക്ക് എന്ത് കിട്ടും, ദർ എക്സിസ്റ്റ് എ പോയിന്റ് സി വിത്ത് ബി ലെസ് ദാൻ സി ലെസ് ദാൻ എ സച്ച് ദാറ്റ് എച്ച് ഓഫ് സി ഈക്വൽ ടു 0 ദാറ്റ് ഈസ് കെ മൈനസ് എഫ് ഓഫ് സി ഈക്വൽ ടു 0 ദാറ്റ് ഈസ് എഫ് ഓഫ് സി ഈക്വൽ ടു കെ. ഓക്കെ, അപ്പോൾ രണ്ട് കേസിൽ നമുക്ക് ഇതുപോലെ എന്ത് കണ്ടുപിടിക്കാം, ഒരു പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും സച്ച് ദാറ്റ് എഫ് ഓഫ് സി ഈക്വൽ ടു കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഇൻ്റർവെല്ലിൽ രണ്ട് പോയിന്റിലെ ഫംഗ്ഷൻ വാല്യൂസ് എടുക്കുകയാണ്. എഫ് ഓഫ് എ ലെസ് ദാൻ കെ ലെസ് ദാൻ എഫ് ഓഫ് ബി ആണെങ്കിൽ ഈ കെ ഇമേജായി വരുന്ന രീതിയിൽ ഒരു പോയിന്റ് നമുക്ക് ഇൻ്റർവെൽ ഐയിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും സച്ച് ദാറ്റ് ആ പോയിൻ്റിൻ്റെ ഫംഗ്ഷൻ വാല്യൂ കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഏതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ നമ്മൾ ഇങ്ങനെ ഇങ്ങനത്തെ ഈ കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഏതൊരു പോയിൻ്റ് എഫ് ഓഫ് എയുടെയും എഫ് ഓഫ് ബിയുടെയും ഇടയിലുള്ള ഏതൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും ഏതൊരു വാല്യൂ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഐയിലൊരു സി എന്ന് പറയുന്ന പോയിൻ്റ് നമുക്ക് കിട്ടും. ഇനി അടുത്തത് ഈ തിയറത്തിൻ്റെ ഒരു കൊറോളറിയാണ്. ലെറ്റ് ഐ ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ എ കോമ ബി ബി ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ ആൻഡ് ലെറ്റ് എഫ് ഫ്രം ഐ ടു ആർ ബി കണ്ടിന്യൂസ് ഓൺ ഐ. If k belongs to R is any number satisfying infimum of f of I less than or equal to k less than or equal to supremum of f of I, then there exists a number c belongs to I such that f of c equal to k. എന്താ പറയുന്നത്, ഐ എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ ഞാൻ കൺസിഡർ ചെയ്യാണ്. ആ ഇൻ്റർവെല്ലിൽ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫ് ഡിഫൈൻ ചെയ്യുന്നു. ഇനി കെ എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ നമ്മൾ ചൂസ് ചെയ്യുകയാണ്. ഇൻഫിം ഓഫ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീം ഓഫ് എഫ് ഓഫ് ഐ ആണെങ്കിൽ ദർ എക്സിസ്റ്റ് എ പോയിന്റ് സി ബിലോങ്സ് ടു ഐ സച്ച് ദാറ്റ് എഫ് ഓഫ് സി ഈക്വൽ ടു കെ ആയിരിക്കും. ഓക്കെ, അതുപോലെ നമ്മൾ നേരത്തെ അവിടെ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയുടെയും ഇടയിലൊരു പോയിന്റ് എടുത്തു. ഇവിടെ നമ്മൾ ഇൻഫിം ഓഫ് എഫ് ഓഫ് ഐയും സുപ്രീം ഓഫ് എഫ് ഓഫ് ഐയുടെയും ഇടയിലൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ കെ എന്ന് പറയുന്ന പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ കെ ഇമേജായി വരുന്ന രീതിയിലുള്ളൊരു പോയിന്റ് സി ഐയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, പ്രൂഫ് നോക്കാം. സിൻസ് എഫ് ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ദ ക്ലോസ്ഡ് ബൗണ്ട് ഇൻ്റർവെൽ ഐ ബൈ മാക്സിമം മിനിമം തിയറം എഫ് ഹാസ് ആൻ ആബ്സല്യൂട്ട് മാക്സിമം ആൻഡ് ആബ്സല്യൂട്ട് മിനിമം ഓൺ ഐ. ഓക്കെ, മാക്സിമം മിനിമം തിയറം എന്താ പറയുന്നത്, ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷന് എന്തുണ്ടായിരിക്കും, ആബ്സല്യൂട്ട് മാക്സിമം ആബ്സല്യൂട്ട് മിനിമം ഓൺ ദി ഇൻ്റർവെൽ ഐയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, പോലെ ഒരു ക്ലോസ്ഡ് ബൗണ്ടറി ഇൻ്റർവെല്ലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ഇൻ്റർവെല്ലിനുള്ള രണ്ട് പോയിൻറ്റ്സിൽ ഈ ഫംഗ്ഷന് ആബ്സല്യൂട്ട് മാക്സിമം ആബ്സല്യൂട്ട് മിനിമം എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പ്രൂഫിൽ എന്താണ് ചെയ്യുന്നത്, ഈ ആബ്സല്യൂട്ട് മാക്സിമം അറ്റൈൻ ചെയ്യുന്ന പോയിൻ്റ് ആൽഫയായിട്ടും ആബ്സല്യൂട്ട് മിനിമം അറ്റൈൻ ചെയ്യുന്ന പോയിൻ്റ് ബീറ്റ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, നോക്കാം. ദാറ്റ് ഈസ് ദർ ആർ points alpha and beta in I such that f of alpha equal to supreme of I and f of beta equal to infimum of f of I. f of alpha equal to infimum of f of I less than or equal to k less than or equal to supreme of f of I equal to f of beta. എന്ന് പറഞ്ഞാൽ f of alpha less than or equal to k less than or equal to f of beta എന്ന് കിട്ടി. ഇനി നമ്മൾ തൊട്ട് മുകളിൽ പഠിച്ച ബോൾസാനോസ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ദർ എക്സിസ്റ്റ് എ പോയിൻറ്റ് സി വിത്ത് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ സച്ച് ദാറ്റ് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല, ആൽഫ ലെസ് ദാൻ സി ലെസ് ദാൻ ബീറ്റ സച്ച് ദാറ്റ് എഫ് ഓഫ് സി ഈക്വൽ ടു കെ. ഓക്കെ, ആൽഫയും ബീറ്റയും
ആ ഓപ്പൺ ഇൻ്റർവെലിനുള്ളിൽ ഒരു പോയിൻ്റ് സി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും, സച്ച് ദാറ്റ് എഫ് ഓഫ് സിയുടെ വാല്യൂ കെ ആയിരിക്കും. നമ്മൾ തൊട്ട് മുകളിൽ പഠിച്ച ബോൾസാനോ ഇൻ്റർമീഡിയറ്റ് തിയറം ഡയറക്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത തിയറം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് തിയറും അതിൻ്റെ കൊറോളറിയും വായിച്ച് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.